കേരളത്തിൻ്റെ വടക്കൻ കാടുകളിലും കാവുകളിലും ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു രഹസ്യം മറിഞ്ഞിരിക്കുന്നുണ്ട്. തീയുടെ വെളിച്ചത്തിൽ, ചെണ്ടയുടെ താളത്തിൽ മനുഷ്യൻ ദൈവമായി മാറുന്ന ഒരു നിമിഷം. തെയ്യം. വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നിവിടങ്ങളിൽ നടക്കുന്ന ഒരു പുരാതന ആചാര്യ നൃത്തമാണ് തെയ്യം. തെയ്യം എന്ന പദം ദൈവം എന്ന വാക്കിൽ നിന്നാണ് വന്നത് എന്ന് വിശ്വസിക്കുന്നു. ഈ കലയിൽ ഒരു നർത്തകൻ ദൈവത്തിൻ്റെ രൂപം ധരിക്കുന്നു. അവൻ ഇനിയൊരു മനുഷ്യൻ മാത്രമല്ല, ആ നിമിഷം അദ്ദേഹം ദൈവമായി ആരാധിക്കപ്പെടുന്നു. ഏകദേശം 1500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആചാരപരമായ കലാരൂപമാണ് തെയ്യം. ഇത് ജനിച്ചത് ഗ്രാമീണ വിശ്വാസങ്ങളിൽ നിന്നും ആദിവാസി സംസ്കാരങ്ങളിൽ നിന്നുമാണ്. പ്രകൃതിയും വീരന്മാരും മാതൃദേവതകളും ഇവയെല്ലാം പുരാതന കാലത്ത് ജനങ്ങൾ ദൈവമായി ആരാധിച്ചു. അവരെ അനുസ്മരിക്കാൻ പാട്ടും നൃത്തവും വേഷവും ഒന്നായി ചേർന്ന് തെയ്യം രൂപപ്പെട്ടു. തെയ്യം സാധാരണ ക്ഷേത്രങ്ങളിലല്ല നടക്കുന്നത്. ഇത് നടക്കുന്നത് കാവുകളിൽ, പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന ദൈവങ്ങളുടെ വീടുകളിൽ. തെയ്യത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഒരു പാട്ടിൽ നിന്നാണ്, തോട്ടം പാട്ട്. ഈ പാട്ടുകളിലൂടെയാണ് ദേവതയുടെ കഥ മുഴുവനും പറയപ്പെടുന്നത്. ഈ സമയത്ത് ഒരു മനുഷ്യൻ ദൈവമാകാൻ തയ്യാറെടുക്കുന്നു. മുഖചിത്രം വരയ്ക്കുന്നു. ഓരോ രേഖയ്ക്കും ഒരു അർത്ഥമുണ്ട്. വലിയ തലവേഷം, അലങ്കാരങ്ങൾ, ചുവന്ന വേഷം എല്ലാം ചേർന്ന് ഒരു ദൈവത്തിൻ്റെ രൂപം സൃഷ്ടിക്കുന്നു. അവസാനം ആ നിമിഷം എത്തുന്നു. മനുഷ്യൻ ദൈവമായി മാറുന്ന ആ നിമിഷം. ചെണ്ടയുടെ താളം ഉയരുന്നു, തീ തെളിയുന്നു, ജനങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവം ഉണരുന്നു.